അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ മാസം വരുന്നതിൻ്റെ മുമ്പ് എല്ലാ നാടുകളിലും അതുപോലെ എല്ലാ പള്ളികളിലും പള്ളിയൊന്ന് നന്നായി വൃത്തിയാക്കുക, വീടൊക്കെ വൃത്തിയാക്കി റമദാനു വേണ്ടി സജ്ജമാക്കുക എന്നുള്ള ഒരു നാടാറുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ നാടുകളിലുള്ളതാണ്. ആ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാരണം നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മുടെ വീട്ടിലേക്ക് മലക്കുകൾ ഒക്കെ ഇറങ്ങി വരുമ്പോൾ വീട്ടിലൊക്കെ വളരെ വൃത്തി ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. വീട് എപ്പോഴും സുഗന്ധമുള്ളതാകണം, വീട് എപ്പോഴും ശുദ്ധിയുള്ളതാകണം. അപ്പോൾ ആ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. നജസ്സുകൾ കുമിഞ്ഞുകൂടിയ വീടുകളാണെങ്കിൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന് മലക്കുകൾ ഇറങ്ങി വരില്ല. നമ്മുടെ വീടുകളിൽ ചെറിയ മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീട് പാത്രങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കുന്ന സമയത്തൊക്കെ നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത പാത്രങ്ങളും വസ്ത്രങ്ങളൊക്കെ വെറുതെ അതിങ്ങനെ ഇട്ടിടുന്നതിനേക്കാളും അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക, ആവശ്യമില്ലാത്തതാണെങ്കിൽ ആരെങ്കിലും പാവങ്ങൾക്കോ ആർക്കെങ്കിലും കൊടുത്തത് ഉപകാരമുള്ളവർക്ക് കൊടുക്കുക. വെറുതെ ഒന്നും ഉപയോഗിക്കുകയില്ല, വെറുതെ വിട്ടേക്കുന്ന പാത്രങ്ങൾ, അത് എത്രയോ പാത്രങ്ങളില്ലാത്ത പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് വലിയ ഉപകരിക്കും, നമുക്കൊരു പ്രതിഫലം കിട്ടുകയും ചെയ്യും. അത് വെറുതെ എല്ലാ വർഷം തോറും എടുക്കുക, വൃത്തിയാക്കുക, ഇതേ ഒരു പണിയെന്നല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനപ്പെടുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നാം എടുക്കണം. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വീട്ടിലുണ്ടാകും, അത് ആവശ്യമുള്ള ആളുകൾ ഒരുപാടുണ്ടാകും. വിശുദ്ധ റമദാൻ വരുന്നതിൻ്റെ 2 മാസം മുമ്പ് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ വരവിന് വേണ്ടി നോക്കി എത്രത്തോളം ഗൗരവത്തോടു കൂടി അല്ലേ. 5 നേര നമസ്കാരങ്ങൾക്ക് നിരന്തരമായൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റമദാൻ ഒന്ന് എത്തിക്കിട്ടാൻ വേണ്ടി അല്ലേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. നാം ഇപ്പോൾ നിത്യമായി പ്രാർത്ഥനയിലാണ്, ഒന്ന് റമദാൻ എത്തിച്ചതാ അല്ലാഹ്, ഷഅബാനിലും അതുപോലെ റജബിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇത്രയെല്ലാം നാം റമദാനിൽ എത്തിപ്പെട്ട് റമദാൻ അല്ലാഹു നമുക്ക് കിട്ടുമ്പോൾ, ചില ആളുകൾ റമദാൻ എത്തിയിട്ട് പോലും വീടൊന്നും വൃത്തിയാക്കാത്തവരുണ്ട്, അലസ്യമായി കിടക്കുന്നവരുണ്ട്. കുട്ടികളുടെ മൂത്രവും കാഷ്ടവും അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ നമസ്കാരങ്ങളും ഖുർആനൊക്കെ ഓതേണ്ടതാണ്. സുഗന്ധപൂരിതമായിരിക്കും നമ്മുടെ വീടുകളൊക്കെ. നമ്മുടെ വീടെന്ന് പറയുന്നത് മനോഹരമാകണം. അല്ലാഹു നോക്ക്, നമ്മുടെ വീട് എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലതിൽ സന്തോഷത്തിനൊരു വിശാലത ഉണ്ടാവില്ല. ഇപ്പം നാം ഒരു നിക്കാഹ് കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഭാര്യയുമായിട്ടുള്ള സന്തോഷത്തിനെ പറഞ്ഞത് അതിൻ്റെ ഒരു സന്തോഷം ഷഹ്റനാണ്, അതായത് ഒരു മാസമേ അത് ആ ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ഒരു വസ്ത്രം ധരിച്ചാൽ അതിൻ്റെ സന്തോഷം ഇതുവരെ ഉണ്ടാവും, ആ ഒരു ദിവസം മാത്രമേ ഉണ്ടാകും. അതേ സമയത്ത് നാം ഒരു ഭക്ഷണം കഴിക്കുന്നത് തൊള്ളയിലെത്തുന്നതുവരെ ഉണ്ടാകും, പിന്നെ അത് കഴിഞ്ഞല്ലോ. അതേപോലെ വീടിൻ്റെ സന്തോഷം അങ്ങനല്ല, ആ വീട് കാണുമ്പോഴും സന്തോഷം. വീട് നാം ഇല്ലെങ്കിലും അത് മരണം വരെയുള്ള സന്തോഷമാണ്. വീട് ഇല്ലെങ്കിലും ആ വീടിനെ കുറിച്ച് മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ അതും ഒരു സന്തോഷം. എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് വീടെല്ലാം ഉണ്ടായല്ലോ എന്ന്. അത്രയും കഷ്ടപ്പെട്ട് നാം ഉണ്ടാക്കിയ വീടുകളൊക്കെ അലസ്യമായി കിടക്കുന്ന പല വീടുകളുണ്ട്. വിദേശത്തേക്ക് ജോലി നല്ല മനോഹരമായ വീടൊക്കെ പണിത് കൊടുത്ത് വീട്ടിൽ ഭാര്യമാർ അത് നിസ്സാരമായി കാണുന്നവരുണ്ട്. അടുത്തൊരു സുഹൃത്ത് വീട്ടിലേക്ക് പോയപ്പോൾ ചിലന്തി വലകളെ കൊണ്ട് പുറത്ത് നോക്കും കൊട്ടാര പണിയുണ്ട്, പുറമുള്ള അകത്ത് കയറുമ്പോഴാണ് ഒരു ഭാഗത്ത് വസ്ത്രവും ഒരു ഭാഗത്ത് പാത്രങ്ങളും ഒരു ഭാഗത്ത് ചിലന്തി വലയും ഒരു ഭാഗത്ത് കുട്ടികളും എല്ലാം കച്ചറ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ വീട്ടിൽ ഒരു സൗന്ദര്യത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി വീടെല്ലാം കെട്ടി പിന്നെ അതിനെ അലങ്കോലമാക്കുന്നൊരവസ്ഥ ഒരു ഭാഗത്തുണ്ടാകരുത്. വീട് റമദാൻ വരുമ്പോൾ പ്രത്യേകിച്ചൊരു ശുദ്ധീകരണം ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചില വീടുകൾക്ക് പോകുമ്പോൾ എന്ത് സന്തോഷമല്ലേ, ആ വീട്ടുകാരെ കാണുമ്പോൾ, ആ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴൊക്കെ. ചില വീടുകൾക്ക് പോകുന്നത് പറഞ്ഞപ്പോൾ വെറുപ്പും മറുപ്പാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പം നല്ല നിലക്ക് വൃത്തിയാക്കുക. വൃത്തിയാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ അനാവശ്യമായ പാത്രങ്ങൾ ഒരിക്കലും അതെല്ലാം പാവങ്ങൾക്ക് ആർക്ക് കൊടുക്കുക. വസ്ത്രങ്ങളും അങ്ങനെ തന്നെ. വെറുതെ പിന്നെ അനാവശ്യമായൊന്ന് വീട്ടിൽ സൂക്ഷിക്കുക. വെറുതെ വീട്ടിൽ അതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഒരിക്കലും മരണം വരെ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളൊക്കെയാണ്, മരണം വരെ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ള എത്രയോ ആളുകളുണ്ട്, അവരിലേക്കൊന്ന് കൊടുക്കാതെ. അപ്പോൾ നമ്മുടെ വീടൊക്കെ നന്നായി വൃത്തിയാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ വീടിൽ സന്തോഷം റാഹത്തും അള്ളാഹു നൽകട്ടെ. നല്ല നിയ്യത്ത് ചെയ്ത്, കാരണം വൃത്തിക്ക് ഇസ്ലാം വലിയ പരിഗണന നൽകിയതാണ്. തുഹുർ ഷത്റുൽ ഈമാനാണ്, ഈമാൻ്റെ പകുതിയാണെന്ന ശുദ്ധി എന്നുള്ളത്, വൃത്തി. കാരണം ഇന്നല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാല, ഭംഗി, വീടിനെ ഭംഗിയാക്കുക. കാരണം അള്ളാഹു ജമീലാണ്, ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. വീട് ഭംഗിയാക്കി വെക്കുന്നത് വലിയ പുണ്യമുള്ള കർമ്മമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.